സെപ്റ്റംബർ 22 വിശുദ്ധ തോമസ് വില്ലനോവ മെത്രാൻ. 1488 മുതൽ 1555 വരെ കാലഘട്ടം. സ്പെയിനിൽ സ്യൂദാദ് റിയാലിൽ ജനിച്ച തോമസിൻ്റെ വിദ്യാഭ്യാസം വില്ലനോവയിൽ നടത്തിയതുകൊണ്ട് വില്ലനോവ എന്ന ഉപനാമധേയം ഉണ്ടായി. കുടുംബം സമ്പന്നമല്ലായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ കഴിവിനനുസരിച്ച് ദരിദ്രരെ സഹായിച്ചിരുന്നു. കാർഷികാദായങ്ങൾ വിറ്റ് കാശാക്കാതെ ദരിദ്രർക്ക് ദാനം ചെയ്യുകയായിരുന്നു പതിവ്. മാതാപിതാക്കന്മാരുടെ ഈ മനോഭാവം തോമസിൽ ആശാനിഗ്രഹവും തജ്ജന്യമായ ശുദ്ധതയും സത്യസന്ധതയും ഉളവാക്കി. മാതാപിതാക്കന്മാർ തോമസിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ, മറിയം എന്നാണ്. ജീവിതം മുഴുവനും ദൈവമാതാവിനോട് തോമസിന് പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. 26-ാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ താമസിക്കാൻ പിതാവുണ്ടാക്കിയ ഭവനം ഒരാശുപത്രിയാക്കി മാറ്റി. കുറേ നാൾ അദ്ദേഹം സലമാങ്ക സർവകലാശാലയിൽ പഠിപ്പിച്ചു. 1518 വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസ സഭയിൽ ചേർന്നു. തലേ വർഷമാണ് ലൂതർ ആ സഭ ഉപേക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിച്ചത്. 1520 തോമസ് വൈദികനായി. സലമാങ്ക, ബുർഗോഡ്, വല്ലദോളിദ് മുതലായ സ്ഥലങ്ങളിൽ അടുത്തടുത്ത് സുപ്പീരിയറായി. 1545 വലേൻസിയയിലെ ആർച്ച് ബിഷപ്പായി. സ്ഥാനമാനങ്ങൾ ഇവർത്തിരുന്ന ഫാദർ തോമസ് സിംഹാസനാരോഹണ ദിവസം സിംഹാസനത്തിൽ വിരിച്ചിരുന്ന പട്ടുവസ്ത്രം നീക്കി പീഠം മുത്തുകയുണ്ടായി. സന്യാസ സഭയിൽ നിന്ന് നൽകിയ സമ്മാനം 4000 സൂക്കറ്റ്സ് അതേപടി വില്ലനോവയിലെ ആശുപത്രി മെച്ചപ്പെടുത്തുവാനായി അയച്ചു കൊടുത്തു. ആർച്ച് ബിഷപ്പായ ശേഷം പഴയ വസ്ത്രങ്ങൾ സ്വയം തയ്ച്ച് ശരിയാക്കുന്നത് കണ്ട് ഒരു കാനൻ ചോദിച്ചു, ഒരു നിസ്സാര തുകയ്ക്ക് അതാരെങ്കിലും തയ്ച്ചു തരുമല്ലോ, ആ നിസ്സാര തുക ഒരു ദരിദ്രന് നൽകിക്കൂടെ എന്നായിരുന്നു മറുപടി. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം റൊട്ടിയും വെള്ളവുമാണ് കഴിച്ചിരുന്നത്. ദിവസം തോറും അദ്ദേഹത്തിൻ്റെ വാതിൽക്കൽ 500 ദരിദ്രർ വന്നിരുന്നു. അദ്ദേഹം അവർക്കെല്ലാം സഹായം നൽകിയിരുന്നു. വിവിധ തൊഴിലുകളിൽ നൈപുണ്യമുള്ളവർക്ക് ഉപജീവനം നേടാൻ സഹായകമായ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉപവിപ്രവൃത്തികളുടെ നീണ്ട ശൃംഖലയായിരുന്നു. 67-ാമത്തെ വയസ്സിൽ ദൈവമാതാവിൻ്റെ പിറവിത്തിരുന്നാൾ ദിവസം താൻ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ദർശനമുണ്ടായി. ഓഗസ്റ്റ് 29-ാം തീയതി ശക്തിയായ ഒരു പനി തുടങ്ങി. സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ പീഡാനുഭവ ചരിത്രം വായിച്ചു കേട്ടു. അനന്തരം തൻ്റെ മുറിയിൽ ഒരു ദിവ്യബലി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. പുരോഹിതൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർച്ച് ബിഷപ്പ് തോമസ് ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വളരെ പ്രശസ്തമാണ്. 1658 നവംബർ 1 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വചനം 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 13-ാം വാക്യം. സഹോദരരെ, നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത്. വിചിന്തനം. വിശുദ്ധ തോമസ് വില്ലനോവയുടെ വാക്കുകൾ. ഉത്തമ ജീവിതമാണ് ശ്രേഷ്ഠമായ വിജ്ഞാനം. ഈ വിജ്ഞാനം നീ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് എത്രയും വിജ്ഞൻ.